എല്ലാവർക്കും കഥാലോകത്തിലേക്ക് സ്വാഗതം. വീണ്ടും അച്ചമ്മയും കൊച്ചുമക്കളും കൊച്ചു കൊച്ചു കഥകളുമായി നിങ്ങളോടൊത്ത് സഞ്ചരിക്കുകയാണ്. നമ്മൾ പഞ്ചതന്ത്രം കഥകളാണ് പറഞ്ഞു പോരുന്നത്. ഇന്നത്തെ നമ്മുടെ കഥ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം. നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ടല്ലേ? രാത്രി ഉറങ്ങുമ്പോഴും സ്വപ്നം കാണാറുണ്ട്. ഈ സ്വപ്നം ഉറങ്ങുമ്പോൾ കണ്ട സ്വപ്നമല്ല, എന്നാൽ മയക്കത്തിൽ കണ്ട ഒരു ചിന്തയിൽ നിന്നുണ്ടായ ഒരു നമ്മളിങ്ങനെ ഓർത്ത് സ്വപ്നം കാണത്തില്ലേ, അങ്ങനെ കാണുന്ന സ്വപ്നം. ഉറക്കത്തിൽ നമ്മൾ കിടന്ന് കാണുന്ന ഒരു സ്വപ്നമല്ല. ദിവാസ്വപ്നം, പകൽ ഇരുന്ന് വെറുതെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് സ്വപ്നം കാണുന്ന അങ്ങനത്തെ സ്വപ്നം. എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു വാക്ക്, നമ്മുടെ സ്വപ്നങ്ങൾ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണണം അല്ലേ? സ്വപ്നം കാണുന്ന ആ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമം നമുക്ക് ആവശ്യമാണ്. അത് പഠനത്തിലായാലും വളരെ ജാഗ്രതയോടുകൂടിയുള്ള പഠനവും ശ്രദ്ധാപൂർവമായ പഠനവും ഒക്കെ നമ്മുടെ ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുകയും അതനുസരിച്ച് ഉള്ള ഒരു സ്വപ്നം നമ്മൾ കാണുകയും ചെയ്യണം. ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പിടിക്കാൻ ഉള്ള പരിശ്രമമായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ അല്ലേ? അതിന് നിറം പകരുന്നതായിരിക്കണം, ഊർജം പകരുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ. അല്ലാതെ വെറുതെ നമ്മൾ അതും ഇതും എല്ലാം കാട് കയറി സ്വപ്നം കണ്ട് ജീവിതം നശിപ്പിക്കുകയല്ല വേണ്ടത്. അതാണ് ഈ കഥയിൽ തരുന്ന ഒരു ഗുണപാഠം എന്ന് പറയുന്നത്. കഥയിലേക്ക് കിടക്കാം. ഒരു വളരെ സാധുവായ ഒരു മലർപ്പൊടിക്കാരനുണ്ടായിരുന്നു. എന്താ ഈ മലർപ്പൊടി എന്ന് പറഞ്ഞാൽ? മലരെന്ന് പറയുന്നത് നമുക്കറിയാം, നെല്ല് വറുത്ത് കഴിയുമ്പോൾ അത് മലരായി മാറും അല്ലേ? മലരായിട്ട് വരും. ആ മലരെടുത്ത് പൊടിച്ച്, ആ പൊടി ആണ് മലർപ്പൊടി എന്ന് പറയുന്നത്. ഈ മലര് പൊടിച്ച് കിട്ടുന്ന പൊടി കൊണ്ടുപോയി ചന്തയിൽ കൊടുത്ത് അവിടുന്ന് കിട്ടുന്ന പണം കൊണ്ട് അത്യാവശ്യം ഉപജീവനം കഴിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സാധുവായ ഒരു മലർപ്പൊടിക്കാരൻ. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഈ മലര് ഉണ്ടാക്കി പൊടിച്ച് താൻ കിടക്കുന്ന ആ തറയിലൊരു തുണി വിരിച്ചാണ് കിടക്കുന്നത്. ആ കിടക്കുന്ന അതിന് തൊട്ട് മുകളിലായിട്ട് ഉറി എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ പണ്ട് സൂക്ഷിച്ച് പൂച്ചയും പട്ടിയും ഒന്നും എടുത്തും തട്ടി മറിച്ചും കളയാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കുന്ന ഒരു സാധനം, ഇങ്ങനെ കെട്ടി കയറുകൊണ്ടൊക്കെ കെട്ടി വെക്കുന്ന ഒരു സാധനത്തിനാണ് ഉറി എന്ന് പറയുന്നത് കേട്ടോ. ആ ഉറിയിൽ ഇതെടുത്ത് വയ്ക്കും. അപ്പം മലർപ്പൊടിക്കാരൻ കിടന്നപ്പം ഈ ഉറി അയാൾക്ക് കിടക്കുമ്പോൾ അയാളുടെ ഫ്രണ്ടിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും വന്നാലും അയാൾക്കത് കാണാൻ പറ്റും, കാണാവുന്ന രീതിയിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അയാൾ കിടക്കുന്നതിനടുത്ത് അയാളൊരു വടിയും സൂക്ഷിച്ചിട്ടുണ്ട്. വല്ല പട്ടിയോ പൂച്ചയൊക്കെ വന്നാൽ അതിനെ ഓടിക്കുന്നതിന് വേണ്ടി അയാളൊരു വടിയും സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും അയാൾ കിടന്നുറങ്ങുമ്പം അയാൾക്ക് ആകാശത്തുള്ള നക്ഷത്രങ്ങൾ വരെ കാണാം. അയാളുടെ വീട് എന്ന് പറയുന്നത് അത്രയും ജീർണിച്ച അവസ്ഥയിലുള്ള ഒരു വീടാണ്. അപ്പോൾ ആ ഓലയുടെ ഇടയിൽ കൂടി, ആ പുല്ലിനിടയിൽ കൂടി ആകാശത്ത് കിടക്കുന്ന നക്ഷത്രങ്ങളെ പോലും കാണാവുന്ന രീതിയിലാണ്. അത്രയും ജീർണിച്ച ഒരു വീടാണ്. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോവില്ല. അത്രയും ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന ഒരു സാധുവായ മനുഷ്യൻ. അപ്പോൾ തലേദിവസം മലര് കൊണ്ടുവന്ന് പൊടിച്ച് ഉറിയിൽ കെട്ടി വെച്ചിട്ട് അയാൾ കിടന്നുറങ്ങി. രാവിലെ അയാൾ എല്ലാ ദിവസത്തെയും പോലെ അന്നും മലർപ്പൊടി കൊടുക്കാൻ പോകണമായിരുന്നു. പക്ഷേ അയാൾ അങ്ങനെ പോകാതെ അയാൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അവിടെ കിടന്നിട്ട് അന്നേരം അയാൾ ചിന്തിച്ചു, ഞാൻ എന്തോരം എല്ലാ ദിവസവും ഞാനിങ്ങനെ ചന്തയിൽ പോയി മലർപ്പൊടി കൊടുക്കുന്നു. ഞാൻ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ടും എനിക്ക് ജീവിതത്തിലൊന്നും ഉയരാൻ പറ്റുന്നില്ല. ഇനി തൊട്ട് ഞാൻ ഈ മലർപ്പൊടി കൊണ്ടുപോകാതെ കുറച്ച് എടുത്ത് മാറ്റി വെക്കാൻ പോവുക. കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ 2 കോഴികളെ വാങ്ങിക്കും. 2 കോഴികളെ വാങ്ങിച്ചിട്ട് ആ കോഴികളെ കൊണ്ടുപോയി, ആ കോഴികൾ ധാരാളം മുട്ടകൾ തരും. ആ മുട്ട ഞാൻ കടയിൽ കൊടുക്കുകയില്ല, ഞാൻ കഴിക്കത്തുമില്ല. ഞാൻ ആ മുട്ട വിരിയിക്കും. മുട്ട വിരിഞ്ഞ് എനിക്ക് ധാരാളം കോഴിക്കുഞ്ഞുങ്ങളുണ്ടാകും. ആ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ വീണ്ടും, ആ കോഴിക്കുഞ്ഞുങ്ങൾ ധാരാളം മുട്ട തരും. ആ മുട്ടകൾ ഞാൻ അടവയ്ക്കും. അങ്ങനെ ധാരാളം കോഴിക്കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങൾ എല്ലാം ഇടുന്ന മുട്ടകൾ ഒക്കെ കൂടി എനിക്ക് ഒരുപാട് കാശാകും. നല്ലപോലെ പണം ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ വലിയൊരു പശുവിനെ വാങ്ങിക്കും.
പശുവിനെയും കിടാവിനെയും കൂടെ ഒക്കെ വാങ്ങിക്കും. എനിക്കിഷ്ടം പോലെ പാല് കിട്ടും. ഞാൻ ഈ പാല് കൊണ്ടുപോയി ചന്തയിൽ കൊടുത്തിട്ട് പാല് കൊണ്ടുപോയി കൊടുത്ത് എനിക്കൊരുപാട് പൈസ ഉണ്ടാവും. അപ്പം ഞാൻ വീണ്ടും പശുക്കളെ വാങ്ങിക്കും. അങ്ങനെ എനിക്ക് ധാരാളം പശുക്കളാകും, ധാരാളം പശുക്കുട്ടികളാകും. അങ്ങനെ ഒരുപാട് പശുക്കളെയൊക്കെ വളർത്തി ഞാൻ നല്ല പണക്കാരനാകും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ വലിയൊരു പാടം വാങ്ങിക്കും. ഞാൻ വലിയൊരു പാടം വാങ്ങിച്ചിട്ട് അതിനോടടുത്ത് ഇഷ്ടം പോലെ പറമ്പൊക്കെ വാങ്ങിക്കും. ഇതെല്ലാം നോക്കി നടത്താൻ എനിക്കൊരാൾ വേണ്ടേ? അതുകൊണ്ട് ഞാനൊരു കാര്യസ്ഥനെ അങ്ങ് വെക്കും. ഒരു കാര്യസ്ഥനെ വെക്കും. ഈ പറമ്പിൻ്റെ ഒത്ത നടുക്കായി പാടത്തിനരികിലായി ഞാൻ മനോഹരമായൊരു മണിമാളിക പണിയും. ഈ മണിമാളികയിൽ തന്നെ താമസിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ ഇവിടെയുള്ളതിൽ ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണിനെയും കല്യാണം കഴിക്കും. ഞങ്ങളങ്ങനെ സന്തോഷമായി ഞങ്ങളങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്കൊരു ഉണ്ണി ഉണ്ടാവും, ഞങ്ങൾക്കൊരു കുഞ്ഞുവാവ ഉണ്ടാവും. ഈ കുഞ്ഞുവാവ ഇങ്ങനെ ഓടിക്കളിച്ചിങ്ങനെ നടക്കുക. ഞാൻ പുറത്ത് പോയിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും ഞാൻ നോക്കുമ്പം കുഞ്ഞുവാവ ഇരുന്ന് കരയുക, നമ്മുടെ ഉണ്ണി ഇരുന്ന് കരയുക. ഞാൻ പറഞ്ഞ് അവനോട് കരയല്ലെന്ന്, അവൻ കേൾക്കുന്നില്ല. എനിക്ക് നല്ല ദേഷ്യം വന്നു. അത് ഞാൻ മടുത്തായിരിക്കുന്നത്. അപ്പം എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ അടുക്കളയിലോട്ട് എത്തി നോക്കി, ഭാര്യ എന്തിയെന്ന് നോക്കിയപ്പോൾ എന്താ അവളവിടെ എന്തോ തിരക്ക് പണിയാ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ അവനോട് ഉണ്ണിയോട് പറഞ്ഞു, നീ മാറിപ്പോ, ഞാൻ ഒത്തിരി മടുത്താണ്, ക്ഷീണിച്ചാണെന്ന് പറഞ്ഞു. അവൻ കേട്ടില്ല. എത്ര വിളിച്ചിട്ടും അവൻ കേട്ടില്ല, പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. ഞാൻ ആ വടിയെടുത്ത് അവനൊട്ട് ഒറ്റ അടി അങ്ങോട്ട് വെച്ച് കൊടുത്തു. അവിടെ എന്താ സംഭവിച്ചേ? ആ മലർപ്പൊടിക്കാരൻ അടുത്തിരുന്ന വടിയെടുത്ത് ഒറ്റ അടി കൊടുത്തത് അയാളുടെ തൊട്ടു മുന്നിൽ ഉറിയിൽ കെട്ടിവെച്ചിരുന്ന ആ മലർപ്പൊടിക്കിട്ടാണ്. അയാളുടെ മലർപ്പൊടി എല്ലാം കൂടി ദേഹത്തേക്ക് വീണു. അയാൾ കുടം പൊട്ടി, മലർപ്പൊടിയെല്ലാം താഴെ പോയി. അപ്പം അയാൾ അവിടെ ഏറ്റിരുന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു. ഇനിയും അയാൾക്ക് നെല്ല് വാങ്ങിക്കാനുള്ള പൈസ പോലും അയാളുടെ കയ്യിലില്ല. അത്രയും ദാരിദ്ര്യാവസ്ഥയിലേക്ക് അയാൾ പോയി. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള സ്വപ്നങ്ങളായിരിക്കണം. ആ സ്വപ്നങ്ങൾ അതും നമ്മൾ വൃഥാ സ്വപ്നം കണ്ട് സമയം കളയുകയല്ല വേണ്ടത്. സ്വപ്നത്തിൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടുന്ന പരിശ്രമം നമ്മുടെ സ്വപ്നങ്ങളിൽ ഉണ്ടാവണം. നമ്മൾ നന്നായി കളിയിലാണെങ്കിലും നന്നായി ശ്രദ്ധിച്ച് കളിക്കുക, പഠനത്തിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ കർമ്മം നന്നായി ചെയ്യുക, നമുക്ക് ഫലം അത് ഈശ്വരൻ തന്നോളും, അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ പോലും പറയുന്നുണ്ട്, നമ്മൾ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക, അത് താനെ നല്ല കർമ്മം ചെയ്യുന്നവർക്ക് നല്ല ഫലം കിട്ടും, മോശം കർമ്മം ചെയ്താൽ ഫലവും അതുപോലെ തന്നെയായിരിക്കും എന്ന്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ മക്കളെല്ലാവരും നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ലവരായി വളരുക. നമ്മുടെ ജീവിതത്തിനുതകുന്ന രീതിയിൽ വിശാലമായ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുക. ആ കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകുക. എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. താങ്ക് യു.